എടാ, നിനക്ക് ഇങ്ങനെയൊരു പെങ്ങളുള്ള കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ജിബിൻ സംശയത്തോടെ കാശിയോട് ചോദിച്ചു. അത് അത് പിന്നെ ഓ, പറയാൻ വേണ്ടി ഇപ്പൊ എന്താ ഉള്ളത്? കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാ കയ്യിലിരിപ്പ്. ജിബിന്റെ ചോദ്യത്തിന് ഒന്ന് പതറിക്കൊണ്ട് കാശി പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. നിന്നെ എങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്ന ആ പയ്യൻ ഏതാ? അവന് നിങ്ങളെ എങ്ങനെ അറിയാം? ജോബിൻ എന്തോ ഓർത്തതുപോലെ ചോദിച്ചു. അത് വീടിനടുത്തുള്ളതാ, കാശി പെട്ടെന്ന് തന്നെ പറഞ്ഞു. വീടിനടുത്തോ? നിങ്ങളുടെ നാടും വീടും ഒന്നും ഇവിടെയല്ല എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ അവന് നിങ്ങളെ അറിയാം? അവനും നിങ്ങളുടെ നാട്ടുകാരനാണോ? കാശിയുടെ മറുപടിയിൽ സംശയം തോന്നിയ ജോബിൻ വീണ്ടും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏയ്, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആൻറ്റിയുടെ ഒപ്പമാണ് താമസം. അവിടെ ആൻറ്റിയും അങ്കിളും മാത്രമേ ഉള്ളൂ. ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ അവരുടെ ഒപ്പം ഇവിടെ കൂടി. ഇപ്പോൾ കിച്ചുവും ഇങ്ങോട്ട് വന്നു. ആൻറ്റിയുടെ വീടിനടുത്താണ് ഇപ്പോൾ കണ്ട ആ പയ്യൻ്റെയും വീട്. അങ്ങനെയാ അവന് ഞങ്ങളെ അറിയുന്നത്. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായ കാശി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ജോബിൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. എടാ, നീ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നോ? ഇന്ന് അവിടെ കൂടാ? ജിബിൻ ഒരു ചിരിയോടെ കാശിയോടായി ചോദിച്ചു. ഏയ്, ഇല്ലടാ, ഞാൻ പിന്നൊരിക്കൽ വരാം. ഇപ്പോൾ വരുന്നില്ല. എല്ലാത്തിനും സമയമുണ്ടല്ലോ, കാശി താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. നിനക്കെന്താ ജീവിച്ച? നിനക്കറിയില്ലേ, അവന് നമ്മുടെ വീടൊന്നും പിടിക്കില്ല. അവന്റെ വീട്ടിലോട്ട് നമ്മളെ വിളിക്കത്തുമില്ല. പിന്നെ എന്തിനാ എപ്പോഴും നീ വെറുതെ ചോദിക്കാൻ നിൽക്കുന്നത്? കാശിയെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് ജോബിൻ ജിബിനെ നോക്കി പറഞ്ഞു. എടാ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആൻറ്റിക്കും അങ്കിളിനും അതൊന്നും ഇഷ്ടമാവില്ല. നിങ്ങൾ അവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും അവര്. പിന്നെ അത് നിങ്ങൾക്ക് വിഷമമാകും. അതുകൊണ്ടാ ഞാൻ, കാശി വിഷമത്തോടെ പറഞ്ഞു. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ വന്നേ. ജോബിൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. ഹലോ, എന്താ തൻ്റെ പേര്? ഞാൻ ജെസ്സി. ഓ, സോറി, ജെസിക്ക ജോൺ. തൻ്റെ അടിയൊക്കെ ഞാൻ കണ്ടു. എൻ്റെ പൊന്നോ, സമ്മതിച്ചു. എനിക്ക് പറ്റിയ ഒരാളെ തപ്പി നടക്കുമായിരുന്നു ഞാൻ. ഇനി അന്വേഷിക്കാനൊന്നുമില്ല. താൻ തന്നെയാ എൻ്റെ ഫ്രണ്ട്. തല്ല് സീൻ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് കയറാനായി വന്ന കൃഷ്ണയ്ക്ക് നേരെ വലതുകരം നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൾക്ക് മറുപടി പറയാനുള്ള അവസരം പോലും കൊടുക്കാതെ ഓരോന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യുകയാണ് ജെസ്സി. അവളുടെ കോപ്രായം കണ്ട് വായും പൊളിച്ചു നിൽക്കുകയാണ് കൃഷ്ണ. ഹലോ. തന്നെ നോക്കി വാ പൊളിച്ചു നിൽക്കുന്ന കൃഷ്ണയുടെ മുഖത്തിനു നേരെ വിരഞ്ഞോടിച്ചുകൊണ്ട് ജെസ്സി അവളെ വിളിച്ചു. കൃഷ്ണ പെട്ടെന്ന് ഞെട്ടി സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നതുപോലെ നിന്നു. എന്താ തൻ്റെ പേരെന്ന് ജെസ്സി ഒന്നുകൂടി ഉറക്കെ ചോദിച്ചു. കൃഷ്ണ പല്ലവി. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നല്ല പേര്. തന്നെ കിച്ചു എന്നാണല്ലേ വിളിക്കുന്നത്? അവിടെ ആരോ തന്നെ വിളിക്കുന്നത് കേട്ടിരുന്നു. അതെ. എന്നാ വാ, നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറാം. കൃഷ്ണയുടെ കയ്യിൽ പിടിച്ച് ക്ലാസ്സിനുള്ളിലേക്ക് കയറിക്കൊണ്ട് ജെസ്സി പറഞ്ഞു. അവൾക്കൊപ്പം ഒരു പുഞ്ചിരിയോടെ കൃഷ്ണയും മുന്നോട്ട് കയറി. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു ജീവിയെ നോക്കുന്ന പോലെ പിള്ളേരൊക്കെ ചെറിയ പേടിയോടെയും ചിലരൊക്കെ ബഹുമാനത്തോടെയും കൃഷ്ണയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ജെസ്സി അതൊന്നും വകവയ്ക്കാതെ അവളെയും വലിച്ചുകൊണ്ട് ഒരു ബെഞ്ചിലേക്ക് കയറിയിരുന്നു. ശരിക്കും പറയാമല്ലോ, ഞാനിവിടെ ഒറ്റയായും എന്ന് കരുതി വിഷമിച്ചിരുന്നതാ. അപ്പോഴാ താൻ ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ടത്. ഇപ്പൊ ഹാപ്പിയായി. ജെസ്സി വാതോരാതെ കൃഷ്ണയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ ആ സംസാരങ്ങളും പെരുമാറ്റ രീതിയും എന്തുകൊണ്ടോ കൃഷ്ണയ്ക്കും ഇഷ്ടമായി. അവളും ജെസ്സിയോട് കൂടുതൽ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. മാണിക്കശ്ശേരി മനയുടെ കമാനത്ത് കടന്ന് മുറ്റത്തേക്ക് കാശിയുടെ ബൈക്ക് വന്നു നിന്നു. ബൈക്കിന്റെ പിറകിൽ നിന്ന് കൃഷ്ണ ഇറങ്ങി മുറ്റത്ത് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കി. വിരുന്നുകാരൻ വന്നിട്ടുണ്ടേട്ടാ, വണ്ടി കണ്ടില്ലേ? മുറ്റത്ത് കിടക്കുന്ന കാറിന്റെ ടയറിൽ കാലുകൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു. കിച്ചു, വേണ്ട, നിനക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്, കാശി ശാസനയോടെ പറഞ്ഞു. ഈ അവൾ അവനെ നോക്കി നന്നായി ഇളിച്ചെന്ന് കാണിച്ചു. ഇളിക്കല്ലേ. ഇന്നെന്തിനാ ആ ചെക്കന്മാരെ നീ തല്ലിയത്? ചെന്ന് കയറിയപ്പോൾ തന്നെ തുടങ്ങി നിന്റെ കുരുത്തക്കേട്. അത് പിന്നെ അവർക്ക് ഉമ്മ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാ ഏട്ടാ? ഒന്നുമില്ലെങ്കിലും സീനിയേഴ്സ് അല്ലേ, ചോദിക്കുന്നത് കൊടുക്കണ്ടേ? അച്ഛൻ അറിയണ്ട നിന്റെ കുറുമ്പ്. ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് കെട്ടിക്കും നിന്നെ. അയ്യോ ഏട്ടാ, ചതിക്കല്ലേ. എങ്ങനെയും അച്ഛൻ്റെ കൈയും കാലും പിടിച്ച കോളേജിൽ അഡ്മിഷൻ എടുത്തത്. കൃഷ്ണ കാശിയുടെ കാല് പിടിക്കും പോലെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താ നിന്റെ പൊട്ട ബുദ്ധിക്ക് അത് ഓർമ്മയില്ലാത്തത്? ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാനാവും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇല്ല, ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയാ. കണ്ടാൽ മതി. എടി, പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നീ ജോയിച്ചെന്നെ കണ്ടോ? കാശി ആകാംക്ഷയോടെ ചോദിച്ചു. എവിടുന്ന്? ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ നിന്ന് ഞാൻ നാട്ടിലെ ഈ ഊള കോളേജിൽ അഡ്മിഷൻ എടുത്തത് തന്നെ ആ മുതലിനെ ഒന്ന് കാണാനാ. എന്നിട്ട് അവിടെ ചെന്ന് ആ തിരുമുഖം ഒഴിച്ച് ബാക്കി എല്ലാവരെയും കണ്ടു. കൃഷ്ണ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് യോഗമില്ല മോളെ. നിന്റെ പ്രണയം ഇങ്ങനെ നിന്ന് മൂത്ത് നരച്ചു പോകേ ഉള്ളൂ. അവളെ കളിയാക്കിക്കൊണ്ട് കാശി മുന്നോട്ട് നടന്നു. ദേ ഏട്ടാ,
വെറുതെ എൻ്റെ വായിൽ നിന്ന് കേൾക്കണ്ട. വെറുതെ നടന്ന എന്നെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നത് നിങ്ങളൊക്കെ കൂടിയാ. എങ്ങനെ ജീവിച്ചിരുന്ന ഞാനാ? ജോയിച്ചൻ അങ്ങനെയാണ്, ജോയിച്ചൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അങ്ങേരെ കയറി പ്രണയിപ്പിച്ചത് നിങ്ങളാ. എന്നിട്ടിപ്പോൾ എൻ്റെ കിച്ചു, നീ ഒന്ന് അടങ്ങ്. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ആയിട്ടുള്ളൂ. ഇനിയും ടൈമുണ്ടല്ലോ, നമുക്ക് നോക്കാമെന്നേ. പിന്നെ നിന്നെ എന്തായാലും നല്ല വെടുപ്പായിട്ട് ജോയിച്ചൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ആ മുഖത്തുണ്ടായിരുന്നു. എന്താ ഒരു പുഞ്ചിരി. നീ നോക്കിക്കോടി, അവൻ എന്തായാലും വളയും, കാശി കുസൃതിയോടെ പറഞ്ഞു. സത്യം? കൃഷ്ണയുടെ കണ്ണുകളിൽ ട്യൂബ് ലൈറ്റ് കത്തി. ആ പെണ്ണെ സത്യം. കാശി പറഞ്ഞു തീർന്നതും കൃഷ്ണ ഓടിപ്പോയി അവന് വട്ടം പിടിച്ചു. നിന്ന് കാവടി തുള്ളാതെ വാ പെണ്ണെ ഇങ്ങോട്ട്. അവളെയും വലിച്ചുകൊണ്ട് കാശി മനയ്ക്കുള്ളിലേക്ക് കയറി. ആഹാ, ആരാ ഇത്? മക്കളെ കോളേജിൽ പറഞ്ഞു വിട്ടിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിച്ചു വന്നേക്കുക അല്ലേടാ കള്ളൻ ജോപ്പാ. അകത്തെ സ്വീകരണ മുറിയിൽ ചന്ദ്രചൂഡനൊപ്പം സംസാരിച്ചിരിക്കുന്ന ജോണിനെ കണ്ട് കളിയാക്കിക്കൊണ്ട് കൃഷ്ണ അയാൾക്കടുത്തേക്ക് ചെന്ന് അയാളിരിക്കുന്നതിനോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എടി കുറുമ്പിപ്പാറോ? ജോൺ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിൾ എപ്പോൾ വന്നു? അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് കാശി ചോദിച്ചു. ഞാൻ കുറച്ചു നേരം ആയടാ മോനെ. എന്ത് പറയുന്നു എൻ്റെ പുത്രന്മാരൊക്കെ? നിന്നെ വല്ല സംശയമുണ്ടോ? എന്തൊരു ചോദ്യമാ അങ്കിൾ. ഇന്ന് ശരിക്കും പെട്ടെന്നാ ഞാൻ കരുതിയത്. ജിബിൻ്റെയും ജോയലിൻ്റെയും മുന്നിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാം. പക്ഷേ ജോബി, അവൻ്റെ കണ്ണിൽ നോക്കി കള്ളം കണ്ടുപിടിക്കും. അവനെന്നെ നല്ല സംശയമുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും അവൻ വിശ്വസിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ എല്ലാ കള്ളക്കളിയും പൊളിയാനാ ചാൻസ്. നിങ്ങൾക്കും കിട്ടും പണി. ഒന്ന് പോയേട്ടാ, വെറുതെ ജോപ്പനെ പേടിപ്പിക്കാതെ. അങ്ങനെയൊന്നുമില്ല ജോപ്പ. ജെസ്സി പാവമാണ് കേട്ടോ. എനിക്കിഷ്ടമായി. അവളോട് കൂടാൻ എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല. എന്നോട് ഇങ്ങോട്ട് വന്ന് കൂട്ടായി. അത് നീ പറയണ്ട, അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ജോൺ ഒരു ചിരിയോടെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നീ നിന്റെ ചെറുക്കനെ കണ്ടോ? ജോൺ ആകാംക്ഷയോടെ ചോദിച്ചു. ഓ ഇല്ല ജോപ്പ, ഇന്ന് മിസ്സായി. കൃഷ്ണയുടെ മുഖം മങ്ങി. അത് സാരമില്ലടി, നാളെയും കാണാമല്ലോ. ജോൺ അവളെ സമാധാനിപ്പിച്ചു. ജോണേ, നീ എൻ്റെ മോൾക്ക് വെറുതെ ആശ കൊടുത്തിട്ട് അവസാനം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അതെൻ്റെ മോൾക്ക് സങ്കടമാക്കും. അതുമാത്രം ഞാൻ സഹിക്കില്ല, ചന്ദ്രൻ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ ചന്ദ്ര. ഇവളെൻ്റെ മോനുള്ളതാ. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. പിന്നെന്താ ഇപ്പോൾ നിനക്കൊരു വിഷമം? അതല്ലടാ, നമ്മൾ തമ്മിലുള്ള അടുപ്പമൊന്നും ആർക്കും അറിയില്ലല്ലോ. പിള്ളേരും വലുതായി. സത്യങ്ങൾ അറിയുമ്പോൾ അവരൊക്കെ നമ്മളോട് ക്ഷമിക്കുമോ? അയാൾ ആദിയോടെ ചോദിച്ചു. ആര് ക്ഷമിച്ചില്ലെങ്കിലും കുരിശിങ്കൽ സേവ്യർ ക്ഷമിക്കും, ചന്ദ്രശേഖരവർമ്മ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ, അച്ഛൻ ഇതെന്ത് ഭാവിച്ചാ? ശത്രുത ഉണ്ടെന്ന് പറയുന്നതും നിങ്ങൾ തന്നെ, എന്നാൽ അവർക്ക് എതിരായി ഒന്നും ചെയ്യുകയുമില്ല. അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു ചന്ദ്ര. ഞാൻ ഇതേ ചോദ്യം എൻ്റെ അപ്പനോട് ചോദിച്ചു മടുത്തു. ജോണും ആ ചോദ്യം ഏറ്റുപിടിച്ചു. ശരിക്കും നിങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുകൂടെ? നിങ്ങളുടെ രണ്ടാളുടെയും സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന്. കാരണം എൻ്റെ അപ്പൻ്റെ ഓരോ വാക്കുകളിലുമുണ്ട് അച്ഛനോടുള്ള ബഹുമാനവും വിശ്വാസവും. എന്നാൽ ശത്രുതയാണെന്ന പേരും. മക്കളെ പോലും പരസ്പരം കാണിക്കാതെ ഒളിച്ചു വളർത്തുക. സ്വന്തം ഭാര്യമാർക്ക് പോലും അറിയാത്ത ശത്രുത സൂക്ഷിക്കുക. ശരിക്കും നിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടോ? അതോ ഇതൊക്കെ വെറും അഭിനയമാണോ? ജോണിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സമയമായിട്ടില്ല. പക്ഷേ ആർക്കും ദോഷം വരുന്നതൊന്നും ഞാനോ നിന്റെ അപ്പനോ ചെയ്യില്ല. അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. എൻ്റെ പേരക്കുട്ടിയെ നിന്റെ മകന് തന്നേക്കാമെന്ന് വാക്കും തരില്ലായിരുന്നു. അത് പോയിന്റ്, കൃഷ്ണ എടുത്ത വായിൽ പറഞ്ഞു. എന്നാലും ഒന്ന് പറഞ്ഞൂടെ അച്ഛാ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന്? ഞങ്ങളും കൂടി അതൊന്ന് അറിഞ്ഞോട്ടെ. ചന്ദ്രൻ പ്രതീക്ഷയോടെ ശേഖരനെ നോക്കി. പോടാ, പോയി പറമ്പിലെ പണിക്കാർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു വിട്, ചെല്ല്. ചന്ദ്രൻ്റെ വാ അടപ്പിച്ചുകൊണ്ട് മറുപടിയും കൊടുത്തിട്ട് ശേഖരൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. അയാളുടെ മറുപടി കേട്ട് ചന്ദ്രൻ നല്ലോണം ചമ്മി. കാശിയും കൃഷ്ണയും ജോണും അത് കണ്ട് ചിരി കടിച്ചു പിടിച്ചു. എന്നാ നിന്റെ ജോലി നടക്കട്ടെ ചന്ദ്ര, ഞാൻ ഇറങ്ങുക, പറഞ്ഞുകൊണ്ട് ജോൺ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അയ്യോ ജോണച്ചായ, പോകുവാണോ? അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ജോൺ പോകാനിറങ്ങുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന സുഭദ്ര സങ്കടത്തോടെ ചോദിച്ചു. എൻ്റെ അമ്മേ, അതിനല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. ഡോൺ വറി, മുഴുവൻ കാര്യമാക്കി തന്നേക്കാം, കൃഷ്ണ അവരെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടി, നിങ്ങൾക്കുള്ളത് വേറെയുണ്ട്, അവർ ചുണ്ടു കോട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാനത് മറന്നുപോയി. നീ അതങ്ങ് പൊതിഞ്ഞെടുത്തോ, വീട്ടിൽ കൊണ്ട് കൊടുക്കാം. ഷേർലി നോക്കിയിരിക്കുന്നുണ്ടാവും നിന്റെ ഉണ്ണിയപ്പം കഴിക്കാൻ, ജോൺ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി. പിറകെ ചന്ദ്രനും കാശിയും കൃഷ്ണയും. അച്ഛാ, ഞാൻ ഇറങ്ങുക, പിന്നെ വരാം, ഉമ്മറത്തിരിക്കുന്ന ശേഖരനെ നോക്കി പറഞ്ഞുകൊണ്ട് ജോൺ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. ശരി, പോയി വാ, ശേഖരൻ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചാരി കസേരയിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. ഇത് പിടിക്കുക ചായ, ഇനി വരുമ്പോൾ ഷേർലിയെ കൂടി കൊണ്ടുവരണേ. അയാളുടെ അടുത്തേക്ക് ഓടി വന്ന് പൊതി കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് സുഭദ്ര പറഞ്ഞു.
ആയിക്കോട്ടെ. അവരെ ഒന്ന് കളിയാക്കിക്കൊണ്ട് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജോൺ കാറിലേക്ക് കയറി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദിവസവും ജോയലിനെ കാണുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം കൃഷ്ണ കോളേജിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അവളുടെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് ജോയൽ ഒരാഴ്ചയായി കോളേജിന്റെ പടി ചവിട്ടിയിട്ടില്ല. വല്യപ്പച്ചന്റെ കൂടെ തേനിയിലെ മുന്തിരിത്തോട്ടത്തിൽ പോയിരിക്കുകയാണ് പുള്ളി. നിരാശ ആവോളമുണ്ടെങ്കിലും അവൾ ദിവസവും കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ജെസ്സി തന്നെയാണ്. സൗഹൃദം വളർന്നു വളർന്ന് ഇപ്പോൾ ഒരു ദിവസം പോലും തമ്മിൽ കാണാതിരിക്കാൻ കഴിയില്ലെന്നായി രണ്ടുപേർക്കും. അവളോട് ചോദിച്ച് അത്യാവശ്യം ജോയലിന്റെ വിശേഷം ചോർത്തുന്നുണ്ട് കൃഷ്ണ. പിന്നെ ജോബിനും ജിബിനുമായി ഇപ്പോൾ നല്ല കൂട്ടായി അവൾ. ജെസ്സിയുടെ ഇച്ഛായമാർ എന്ന നിലയിൽ കൃഷ്ണയും കാശിയുടെ അനുജത്തി എന്ന നിലയിൽ അവരും ഇപ്പോൾ നല്ല കൂട്ടാണ്. കാശിക്കും കൃഷ്ണയ്ക്കും അതൊക്കെ നല്ല വലിയ സന്തോഷമായിരുന്നു. പിന്നെ ജോണും ചന്ദ്രനും മക്കളുടെ കൂട്ടുകെട്ടിൽ വളരെയധികം സന്തോഷത്തിലാണ്. പതിവുപോലെ ക്യാമ്പസിലെ അവരുടെ സ്ഥിരം സ്ഥലമായ ഗുൽമോഹറിന്റെ ചുവട്ടിലെ സിമന്റ് ബെഞ്ചിൽ ഇരിക്കുകയാണ് കൃഷ്ണയും ജെസ്സിയും. അവരുടെ അടുത്ത് തന്നെ മരത്തിൽ ചാരി നിൽക്കുകയാണ് കാശി. അവനോട് ചേർന്ന് തന്നെ ജോബിനും ജിബിനും ഉണ്ട്. നിനക്കൊന്നും ക്ലാസ്സിൽ പോകണ്ടേ? ഇന്ന് രാവിലെ വന്ന് ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്നോളാമെന്ന് വല്ല നേർച്ചയുമുണ്ടോ? ജിബിൻ അല്പം പുച്ഛം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. ഓ, ക്ലാസ്സിലൊക്കെ പോയിട്ട് എന്തിനാ? കുറെ തള്ളമാരും കിളവന്മാരുമാണ് പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കയറി വരുന്നത്. വല്ല ചൊങ്കൻ ചെക്കന്മാരെയൊക്കെ വന്നിരുന്നെങ്കിൽ നോക്കി വെള്ളം ഇറക്കിയെങ്കിലും ഇരിക്കാമായിരുന്നു. ഇതിപ്പോൾ ഉറക്കം വന്നിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജെസ്സി ഒരു മടുപ്പോടെ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഡീ, നീ പഠിക്കാനാണോ വായി നോക്കാനാണോ വരുന്നത്? വല്യമ്മയോട് പറയുന്നുണ്ട് ഞാൻ മോള് വഴിതെറ്റിപ്പോയെന്ന് ജിബിൻ കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. താൻ പോടാ കിളവ. ഞാൻ ഈ ജന്മത്തിൽ നന്നാവാൻ പോണില്ലെന്ന് എൻ്റെ മമ്മിയേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല. ജിബിനെ നോക്കി നല്ലോണം ഒന്ന് പുച്ഛിച്ചു ജെസ്സി. അത് കേട്ട് കാശി പൊട്ടിച്ചിരിച്ചു. എന്നതാടാ ഇത്രയ്ക്കങ്ങ് കിണിക്കാൻ? ജിബിൻ മുഖം വീർപ്പിച്ചു. ഒന്നുമില്ല അളിയ, നീ വടി കൊടുത്ത് അടി വാങ്ങുന്നത് കണ്ട് ചിരിച്ചു പോയതാ. അത് കേട്ട് എല്ലാവരും ജിബിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. പോടാ നാറികളെ, എല്ലാം കണക്കാ. എൻ്റെ കർത്താവേ, ഇവൻ്റെയൊക്കെ പുളിച്ച ട്രോൾ കേൾക്കാൻ ഇനിയും എൻ്റെ ജന്മം ബാക്കി. എൻ്റെ ജോയിച്ചനൊന്ന് വന്നോട്ടെടാ. ആര് കേട്ടില്ലെങ്കിലും അവൻ കേട്ടോളും എൻ്റെ തമാശ. ഉവേ, അത് ഞങ്ങൾ കാണാറുണ്ട്, ഇടയ്ക്ക് ഇച്ചായനെടുത്തിട്ട് പൊട്ടിക്കുന്നത്. ജെസ്സി പിന്നെയും ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. അത് കേട്ട് ബാക്കിയുള്ളവർ ചിരിക്കാനും. ജോയിച്ചൻ എന്നാടാ ചിരിച്ചു വരുന്നത്? ഒരാഴ്ചയായില്ലേ അവൻ പോയിട്ട്? കാശി സംശയത്തോടെ ചോദിച്ചു. ഇന്ന് വൈകിട്ട് വരുമെന്നാ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത്. വന്നാൽ വന്നു, ജോബിൻ കൈമലർത്തി കാണിച്ചു. ആ വരട്ടെ, അവൻ വന്നാലേ തേനി റിലീസ് മുന്തിരിച്ചാറ് കിട്ടുള്ളൂ. കാശി കൊതിയോടെ ചുണ്ടു നുനഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പോഴേ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ എൻ്റെ കാശിക്കുട്ട. അവനൊന്ന് എത്തിക്കോട്ടെ, എന്നിട്ട് വേണം ഒരു പൊളി പൊളിക്കാൻ. ജിബിൻ കൈ കൂട്ടി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ജോയൽ ഇന്ന് വരുമെന്ന് ജോബിൻ പറഞ്ഞത് മാത്രം കൃഷ്ണയുടെ കാതുകളിൽ പതിഞ്ഞു. അവളുടെ ചുടികളിൽ പുഞ്ചിരി മുട്ടിട്ടു. മറ്റാരും കണ്ടില്ലെങ്കിലും കാശി അത് വ്യക്തമായി കണ്ടു. അവനും ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടാ, നിങ്ങളുടെ ജോയിച്ചാന് എന്നെ ഇഷ്ടാവോ? ചിലപ്പോൾ കുരിശുകളുള്ളവരുടെ ഇഷ്ടത്തിന് എതിരായി പുള്ളി ഒന്നും ചെയ്യില്ലെങ്കിലോ? സോപാനത്തിൽ കൃഷ്ണയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കാശിയുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് കൃഷ്ണ സംശയം പോലെ ചോദിച്ചു. നീ എന്താ ഉദ്ദേശിച്ചത്? കാശിയുടെ നെറ്റി ചുളിഞ്ഞു. അത് അന്യമതത്തിലുള്ളവരെ സ്വീകരിക്കില്ലെന്ന് തീരുമാനിച്ചാലോ? കുരിശിങ്കലെ വല്യപ്പച്ചൻ പറയുന്നതിനപ്പുറം അവിടെ ആരും ഒന്നും ചെയ്യില്ലല്ലോ, കൃഷ്ണ സങ്കടത്തോടെ പറഞ്ഞു. നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? മനസ്സിൽ ഓരോ മോഹം കൊണ്ടുവരുമ്പോൾ ഓർത്തില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന്? ഏട്ടാ, ദേ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. നിങ്ങളാ എന്നെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത്. എന്നിട്ട് ഓരോന്ന് പറയുന്നത് കേട്ടില്ലേ? പോ അവിടുന്ന്. മടിയിൽ നിന്ന് കാശിയെ തള്ളി താഴെ ഇട്ടുകൊണ്ട് കൃഷ്ണ മുഖം വീർപ്പിച്ചു. അമ്മേ, എൻ്റെ നടു. നിലത്തു നിന്ന് നടു ഒഴിഞ്ഞുകൊണ്ട് കാശി കൃഷ്ണയെ നോക്കി കണ്ണുരുട്ടി. കൃഷ്ണ അവനെ നോക്കി പുച്ഛിച്ചു. എടി, നീ ഒന്ന് സമാധാനിക്ക്. എൻ്റെ അറിവിൽ ജോയിച്ചൻ ജാതിയും മതവും നോക്കി ആരെയും സ്നേഹിക്കുന്ന ആളല്ല. അവൻ്റെ മനസ്സിൽ ഇഷ്ടം പിടിച്ചു പറ്റുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ സ്നേഹിച്ചാൽ അവൻ ചങ്കു പറിച്ചു തരും, അതാ പ്രകൃതം. പക്ഷേ ചതിച്ചാൽ കൊല്ലാനും മടിക്കില്ല. അതിന് മുന്നിൽ നിൽക്കുന്നത് കൂടപ്പിറപ്പായാലും, കാശി ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ പിന്നെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് ഇപ്പോൾ തന്നെ പേടി തോന്നുന്നു ഏട്ടാ. ഏയ്, നീ പേടിക്കണ്ടടി, ഒന്നും സംഭവിക്കില്ല. അതിനല്ലേ ജോൺ അങ്കിൾ നമ്മുടെ കൂടെ ഉള്ളത്. ആ ബെസ്റ്റ്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുമ്പോൾ ഇതിൽ നിന്ന് ജോപ്പനെ ആര് രക്ഷിക്കും എന്നാ ഞാൻ ആലോചിക്കുന്നത്. മക്കളും വല്യപ്പച്ചനും കൂടി ജോപ്പൻ്റെ പെട്ടി റെഡിയാക്കും. ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ സോപാനത്തിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകാനായി നടന്നു. എടി, ഒന്ന് നിന്നേ, കാശി അവളെ പുറകിൽ നിന്ന് വിളിച്ചു. എന്താ ഏട്ടാ? ഞാൻ ഒരാളെ അങ്ങോട്ട് പ്രണയിച്ചാലോ എന്ന് ആലോചിക്കുമായിരുന്നു, കാശി കൃഷ്ണയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരെ? ഒരു പിരികമുയർത്തി കാശിയെ ചിറഞ്ഞു നോക്കിക്കൊണ്ട് കൃഷ്ണ ചോദിച്ചു.
നിന്റെ കൂട്ടുകാരിയെ അവൻ നാണമൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട്, അതിലേതാണാവോ? അവന്റെ റൂട്ട് മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാകാത്തതുപോലെ കൃഷ്ണ ചോദിച്ചു. ജെസ്സിയെ, കാശി ഒരു എളിയോടെ പറഞ്ഞു. ഒരുപാടങ്ങ് വിളിക്കല്ലേ, നിങ്ങൾ എൻ്റെ കുഴി തോണ്ടും. ഞാനിവിടെ ഒരു മുതലിനെ എങ്ങനെ വളയ്ക്കുമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടി അങ്ങേര് ലൈൻ വലിക്കുന്നത്. ആദ്യം ഇതൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് മതി ബാക്കി. അങ്ങേര് പ്രേമിക്കാൻ നടക്കുന്നു. എൻ്റെ ഈശ്വര, ഞാനിവിടെ നിന്ന് മൂത്ത് നരച്ചു പോവേ ഉള്ളൂ. കൃഷ്ണ ഓരോന്നും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ചേടാ, ഞാനിപ്പോൾ എന്തു ചെയ്യാനാ? ഇവൾക്ക് പ്രേമിക്കാൻ അറിയാത്തതിന്. എന്നാലും എൻ്റെ പ്രണയം ഇവൾ മുളയിലേ നുള്ളി കളഞ്ഞല്ലോ. കാശി നിരാശയോടെ സോപാനത്തിലെ കൽത്തൂണിലേക്ക് ചാഞ്ഞിരുന്നു.